വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഇറാൻ ഇസ്രായേൽ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിലെ ടെൽ അവീവിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 5ഓളം സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു. തിരിച്ച് ഇറാന്റെ ആണവ റിയാക്ടർ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തു. ആദ്യം ദൃശ്യങ്ങൾ ശബ്ദത്തോടു കൂടി കാണാം. תראו, פה נפל הטיל. תראו מה קרה לי לבית חולים. תראו. פה עמדתי, תראי כל הדלת עפה עליי, אליי. פה כל היום אנחנו יושבים, פה. ഇസ്രയേലിൽ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സ്വദേശിയായ മലയാളിയായ അരുൺ കിഴക്കൻ ചേരുന്നു. അരുൺ, അവിടെ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മുടെ മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യാണ്. ഇസ്രായേലിലെ നഗരങ്ങളിൽ വലിയ വ്യോമാക്രമണമാണല്ലോ. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുത്ത വാർത്തയിൽ ചെറിയൊരു തിരുത്തുണ്ട്. ടെല്ലവീവിലല്ല, സൊറോക്കോ റിസർച്ച് ആൻഡ് മെഡിക്കൽ സെന്റർ ബെർഷബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടെല്ലവീവിന് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ബെർഷബ. ബെർഷബയിലെ സൊറോക്കോ ഹോസ്പിറ്റലാണ് മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ടെലവീവിന് അടുത്തുള്ള ഹോളോൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു ടൗൺ ആണ് അടുത്തുള്ള. അവിടെ മിസൈൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഒരു ബിൽഡിങ്ങിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റമദ് ഖാൻ, ടെലവീവിനോട് തന്നെ ചേർന്നുള്ള പ്രദേശമാണ് റമദ് ഖാനിൽ ഡയറക്റ്റ് ഒരു ബിൽഡിങ്ങിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് ഉണ്ട്. ഹോളോണിൽ ഹിറ്റ് ചെയ്ത ആ ബിൽഡിങ്ങിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫോൺ വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവർ പ്രൈമറി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ ഈ സൊറോക്കോയിലോ? സൊറോക്കോയുടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊറോക്കോ ഹോസ്പിറ്റലിന്റെ മെയിൻ ബിൽഡിങ്ങിലല്ല ഹിറ്റ് ചെയ്തിരിക്കുന്നത്, ഓൾഡ് ബിൽഡിങ്ങിലാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അറിയാൻ പറ്റുന്നില്ല നിലവിൽ. പക്ഷെ അതിന് അവിടുന്ന് മേജർ കാഷ്വാലിറ്റീസ് ഒന്നും ഉള്ളതായിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരം ആശുപത്രികൾ, അതുപോലെ ചികിത്സാലയങ്ങൾ എന്നിവയിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ വീഴില്ല, അത്തരം ഒരു സുരക്ഷ ഉള്ള ഇടമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന് ഇപ്പോൾ ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പേടിക്കേണ്ടതുണ്ടോ പൊതുവെ? നമുക്ക് യുദ്ധം എപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പ്രത്യേകിച്ച് ഇത്ര ദൂരെ ഇരിക്കുന്ന 2 രാജ്യങ്ങൾ, തൊട്ടടുത്തുള്ള 2 രാജ്യങ്ങൾ, ഇത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഗസയിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടായതുപോലെയല്ല. ഇത്ര ദൂരെയുള്ള ഇരുന്ന 2 ശത്രുക്കളായതുകൊണ്ട് തന്നെ എപ്പോഴും അവർ ഏത് തരത്തിലുള്ള വെപ്പൺസ് ആണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മിസൈൽസ് ആണ് ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ പ്രൊഡിക്ഷൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പൊ അയൺ ഡോൺ സംവിധാനങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും അതിനും പിഴവ് പറ്റാറുണ്ട്. മെക്കാനിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണല്ലോ. അതിനുപരിയായിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കപ്പുറത്തേക്ക് ഹൈപ്പർസോണിക് മിസൈലുകളോ അങ്ങനെയുള്ള കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ താങ്കളടക്കമുള്ളവർക്ക്, മൊത്തത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, തുടങ്ങി ബങ്കറുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിലും ബങ്കറുകളുള്ള സ്ഥലങ്ങളിൽ തന്നെ കൂടുതൽ പോകാനായിട്ട് തയ്യാറാകുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യൻ എംബസി കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ IDF ഹോം കമാൻഡ് തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നത്. ഇസ്രായേലിലെ എവിടെയാണ് അരുൺ കിഴക്കൻ താമസിക്കുന്നത്? ടെല്ലവീവിലാണ്. ടെല്ലവീവിൽ ഈ ദിവസങ്ങളിലൊക്കെ രാത്രികളിലും മറ്റുമൊക്കെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉറക്കത്തിനിടയിൽ ഈ പറയുന്ന സൈറൺ മുഴങ്ങലുകൾ അടക്കമുള്ളവ പകലുകൾ വ്യത്യാസമില്ലാതെ കേൾക്കുന്ന ഒരവസ്ഥയുണ്ടോ? എന്താണ് ഒരു മാനസികാവസ്ഥ?
തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കക്ഷീണം കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഒരു ഈവനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈവനിങ് ഒരു 11:30-12 മണി ആകുമ്പോഴത്തേക്കും മിക്കപ്പോഴും മിസൈലുകൾ വരാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 1:30-2 മണി, പിന്നെ ഒരു 3-4 ഈ 2 ദിവസങ്ങളായിട്ട് ഇപ്പൊ മോർണിംഗിലും വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 7:25-നും 7 മണിക്കും 7:30ക്കും ഇടയ്ക്കായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും റെഗുലർ ആയിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല ആർക്കും തന്നെ. അത് മാത്രമല്ല നമുക്ക് ഈ സൈറന്റെ ഹൗളിംഗ് സൗണ്ട് കേട്ട് നമുക്ക് അത് യൂസ്ഡ് ആയി എന്ന് മാത്രമല്ല പെട്ടെന്ന് നമുക്കൊരു സൈറൻ വരുന്നത് പോലെ തോന്നും. ചെറിയൊരു അനക്കം വന്നാൽ പോലും നമുക്കൊരു ഞെട്ടലുണ്ടാവും. കാര്യം എല്ലാവർക്കും തന്നെ ഒരു ഉൾഭയം. കാര്യം പ്രത്യേകിച്ച് ഇതുപോലെ യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉൾഭയം തീർച്ചയായിട്ടും ഉണ്ട് എല്ലാവർക്കും തന്നെ. അതുകൊണ്ട് ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും ഒക്കെ താമസിക്കുന്നിടത്ത് പ്രത്യേകം കരുതി സൂക്ഷിച്ചു വെക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ? നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരിക്കലും ഇവിടെ സപ്ലൈ കട്ടാകില്ല. അതുപോലെ തന്നെ വെള്ളം, ഭക്ഷണം, അവശ്യ സാധനങ്ങൾ തുടങ്ങിയ ഒരു മേഖലയും നിലവിൽ ഇതുവരെ ബാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കടകൾ തുറക്കുന്നതിനോ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നതിനോ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നിലവിൽ സപ്ലൈ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്കറിയാമല്ലോ, സപ്ലൈ ഷോർട്ടേജ് വരുന്നതായിട്ട് എവിടെയും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ആളുകൾ ആവശ്യത്തിന് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഉള്ള ഭക്ഷ്യവസ്തുക്കൾ തീർച്ചയായിട്ടും കരുതി വയ്ക്കുന്നുണ്ട്. അരുൺ കിഴക്കൻ, കേരളത്തിൽ എവിടെയാണ് സ്വദേശം? എറണാകുളം സ്വദേശിയാണ്. ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ടെല്ലവീവിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കളും വലിയ സൗഹൃദ വലയം തന്നെ എനിക്കിവിടെ ഉണ്ട്. എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറച്ചു മുമ്പ് നമ്മളിപ്പോ ടെല്ലവീവിനടുത്ത് ഹോളോണിൽ ഹിറ്റ് ചെയ്ത സമയത്ത് 2 മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ. മേജർ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല അവർക്ക്. എന്നാൽ പോലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ട്. കാര്യം ഇതിനു മുന്നേ നമുക്കറിയാം 2021 സൗമ്യ എന്ന് പറഞ്ഞ ഇടുക്കി സ്വദേശിയായ ചേച്ചി മരണപ്പെട്ടതും, അതുപോലെ തന്നെ നിവിൻ മാക്സ്വൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഷീജ ആനന്ദ് എന്ന് പറഞ്ഞ ഒരു ചേച്ചിക്ക് മിസൈൽ അറ്റാക്കിൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അവർ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പൊ നമ്മുടെ സൗഹൃദങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ മലയാളി ഈ നെറ്റ്വർക്കുകളെല്ലാം കണക്റ്റഡ് ആണ്. എന്നാൽ കൂടെയും അവിടെ ഈ പ്രത്യാക്രമണങ്ങൾ നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഗസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്രമണങ്ങളുടെ ഒരു പരമ്പരയുണ്ടല്ലോ. ഈ 2 കാര്യങ്ങളോടും അവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളോ ഭരണകൂടത്തിനെതിരെ നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായിട്ടൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇസ്രായേൽ എന്ന ഒരാശയത്തിന് കീഴിലാണ് എല്ലാവരും തന്നെ അണിനിരക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഇവരുടെ യൂണിറ്റി നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗസയിൽ നിന്നും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഗസ എപ്പോഴും ഇസ്രായേലിനെ ഒരു പരിധി വരെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഗസയിൽ നിന്ന് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളാണെങ്കിൽ പോലും മേജർ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാഷ്വാലിറ്റീസ് ഉണ്ടാവാറില്ല പലപ്പോഴും. അല്ലെങ്കിൽ ഇത്രയധികം മിസൈലുകൾ, ഇത്രയും ഉഗ്ര പ്രഹരശേഷിയുള്ള മിസൈലുകൾ കുറവാണ് ഗസയിൽ നിന്ന് വരാറ് പൊതുവെ. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് രാജ്യത്ത് പലയിടങ്ങളിലും ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും യുദ്ധം വരണം എന്നുള്ള സങ്കല്പത്തിലോ മറ്റോ ആവേശകരമായ റിപ്പോർട്ടിംഗ് നടത്തുകയുണ്ടായി. ഇവിടെ ഇസ്രയേലിൽ അരുൺ കിഴക്കൻ, എറണാകുളം സ്വദേശിയായിട്ടുള്ള അരുൺ കിഴക്കനും ബന്ധുക്കളും സുഹൃത്തുക്കളും ടെല്ലവീവിൽ അവിടെയൊക്കെ താമസിക്കുമ്പോൾ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ കാറിനകത്തിരുന്നാണ് താങ്കൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നത് മുന്നിലേക്ക് മാത്രമല്ലാതെ മുകളിലേക്ക് കൂടി കണ്ണു പോകേണ്ടി വരുന്നു. മിസൈലുകളെ കുറിച്ചുള്ള ഭയം, അത്തരം ചിന്തകളൊക്കെ ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉണ്ടോ?
ഫസ്റ്റ് ഓഫ് ഓൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ വണ്ടി എടുക്കാറുള്ളൂ. ഇപ്പൊ ആക്ച്വലി നമ്മൾ സൗകര്യപൂർവ്വം സംസാരിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പം സംസാരിക്കാനായിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരുന്നു എന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ആളുകളുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഇസ്രായേലിന്റെ എയർ സ്പേസിലേക്ക് ഏതെങ്കിലും ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഇസ്രായേലിൽ സംജാതമാകുന്നതിന് മിനിറ്റുകൾക്ക് മുന്നേ തന്നെ നമുക്ക് റെഡ് അലേർട്ടുകൾ മൊബൈലിൽ വരുന്ന രീതിയിലും അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് നമുക്ക് അലാറങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അലാറം വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റോഡിലായിക്കോട്ടെ ട്രാഫിക്കിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ വണ്ടി ഹസാർഡ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തതിന് ശേഷം വണ്ടി റോഡിൽ തന്നെ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് അടുത്തുള്ള ബങ്കറിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഈ മേൽ പറഞ്ഞതുപോലെ നമ്മൾ മുകളിലേക്ക് നോക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇസ്രായേലിലില്ല. വളരെ നന്ദി അരുൺ കിഴക്കൻ. ആശങ്കാകരമായ ഈ സന്ദർഭത്തിൽ കേരള വിഷൻ ന്യൂസിനോട് സൗകര്യപ്രദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഒരു കാരണകത്തിരുന്ന് സംസാരിച്ച് ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇനിയും മറ്റ് ആശങ്കകളെല്ലാം അവസാനിക്കട്ടെ, പ്രത്യാക്രമണം അവസാനിക്കട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.